ചിലപ്പോൾ ചിന്തിക്കും, ഈ സിഗരറ്റും ബീഡിയും വലിച്ചാൽ പരിണാമം എന്തായിരിക്കും? ഇതുമൂലം എനിക്ക് സ്ട്രോക്ക് ഉണ്ടാകുമോ? അങ്ങനെ സ്വന്തം കുടുംബത്തിന് ഭാരമാകുമോ? ഇതുമൂലം എനിക്ക് ലങ് ക്യാൻസർ ഉണ്ടാകുമോ? ഇതെന്നെ മൗത്ത് ക്യാൻസർ, ഹൃദ്രോഗം, എംഫിസീമ എന്നിവയ്ക്കരികിൽ എത്തിക്കുമോ? അടുത്ത തവണ നിങ്ങൾ സിഗരറ്റോ ബീഡിയോ വലിക്കും മുൻപ് സ്വയം ചോദിക്കൂ, ഈ സിഗരറ്റും ബീഡിയും വലിക്കുന്നതിന്റെ പരിണാമം എന്താകും? ഇന്ന് തന്നെ പുകയില ഉപേക്ഷിക്കൂ. സഹായത്തിനായി 1800-112356 കോൾ ചെയ്യൂ, അല്ലെങ്കിൽ 011229901701 മിസ് കോൾ ചെയ്യൂ. Smoking causes cancer. Smoking kills. Liquor drinking is injurious to health. പുകവലി അർബുദത്തിനും ക്യാൻസറിനും കാരണമായിത്തീരും. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. വെൽക്കം ബാക്ക് ടു സ്പെഷ്യൽ പ്രോഗ്രാം റിയൽ. ഇപ്പോൾ നമ്മളോടൊപ്പമുള്ളത് പ്രമുഖ റൗഡി KK. സർ, ഇതുവരെ താങ്കൾ എങ്ങനെയാണ് റൗഡിസത്തിൽ വന്നതെന്നും എന്ത് കാരണത്താലാണ് വന്നതെന്നും ഞങ്ങളോട് പറഞ്ഞു. ഇനി പറയൂ സർ, എങ്ങനെയാണ് ഗ്യാങ് വാർ നടക്കുന്നത്? എന്ത് കാരണത്താലാണത് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇതിനെപ്പറ്റി താങ്കളുടെ അഭിപ്രായം എന്താണ്? ഒന്നുമില്ല. നെഞ്ചു വിരിച്ച് തുടയിൽ തട്ടി ധൈര്യത്തോടെ കളത്തിലിറങ്ങുന്നതാണ് യഥാർത്ഥ വാർ. അതാണ് റിയൽ ഫൈറ്റും. ഇവരെല്ലാം ശരിക്കും വാലാട്ടിപ്പട്ടികൾ, നന്ദിയില്ലാത്ത വർഗങ്ങൾ, ഡബിൾ ഗെയിം കളിക്കുന്നവർ. നിങ്ങൾക്ക് യഥാർത്ഥ ഗ്യാങ് വാർ കാണണമെങ്കിൽ നിങ്ങൾ മാർക്കറ്റിനകത്ത് പോയി ഹുക്കും എന്നാൽ എന്താണെന്ന് ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിഷയം ലഭിക്കും. ഹുക്കും എന്താ സർ? അറിയില്ല മാഡം. ഹുക്കും എന്താ സർ? അറിയില്ല മാഡം. ഹുക്കും എന്താണെന്നറിയോ? അറിയില്ല. ഹുക്കുമിനെ പറ്റി അറിയോ? അറിയില്ല. ഹുക്കും എന്ന് വെച്ചാൽ എന്താന്ന് പറയോ? എനിക്കറിയില്ല. എന്താണ് ഈ ഹുക്കും? അറിയില്ല. ഹലോ, എക്സ്ക്യൂസ് മീ. വാ. എന്താ വേണം നിനക്ക്? സർ, ഞാൻ എല്ലാവരോടും ചോദിച്ചത് ഒരേ വിഷയമാണ്, പക്ഷെ അത് ആർക്കും അറിയില്ല. ഹുക്കും എന്താണെന്ന് താങ്കൾക്കറിയോ? നമ്മുടെ ഏരിയയിൽ വന്ന ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത്. മാഡം, നിങ്ങൾ പോയി ഇനി വേറെ 100 പേരോട് ചോദിച്ചാലും ഇതിനുള്ള ഉത്തരം കിട്ടാൻ പോകുന്നില്ല. ഇതെല്ലാം മാർക്കറ്റിന്റെ ഒരു സീക്രട്ട് കോഡാണ്. യുദ്ധത്തിനെ ക്ഷണിച്ചു വരുത്തുന്ന ഒരു ഇൻവിറ്റേഷൻ കാർഡ്. യുദ്ധമോ? എന്തിനു വേണ്ടി? ഈ മാർക്കറ്റിൽ 2000-ൽ പരം ആളുകളുണ്ട്. അതിൽ 10% മാത്രമാണ് മലയാളികൾ. ബാക്കിയുള്ളവർ തമിഴ്, തെലുങ്ക്, പഞ്ചാബി, ഗുജറാത്തി, ആസാമീസ് ഇങ്ങനെ പോകുന്നു. ഇവിടെയുള്ള എല്ലാവരുടെയും നല്ലതും ചീത്തയും, കല്യാണം, കാതുകുത്ത്, മരണം, എലക്ഷൻ, പള്ളിക്കുടം, ആശുപത്രി, അത് ഇത് അങ്ങനെ ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആകെ മൊത്തം ഒരു 70 പേരാണ്. ആ 70 പേരെ റൈറ്റ്, ലെഫ്റ്റ് എന്നിങ്ങനെ തിരിച്ചാ ഒരു 35 പേര് വീതം വരും. ആ 70 പേരുടെയും നേതാവെന്ന് പറയുന്നത് ദാദാ സീറ്റിലിരിക്കുന്ന ആളാണ്. ആ സീറ്റിൽ ഇരിക്കണമെന്നുണ്ടെങ്കിലേ അടിയുണ്ടാക്കി യുദ്ധത്തിൽ ജയിക്കണം. ആരാണോ ജയിക്കുന്നത് അന്ന് അവരുടെ വീട്ടിലായിരിക്കും ചേര്. ചേരെന്ന് പറഞ്ഞില്ലേ, അത് ആരുടെ വീട്ടിലാണുള്ളത്? മാഡം, ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. എടേ, ഒരു ചായ വാങ്ങിട്ടോടാ, ചെല്. ഇപ്പൊ ആ ചെയർ ദീനയുടെ വീട്ടിലാണ് ഇരിക്കുന്നത്. ആ ചെയർ സ്വന്തമാക്കാനാണ് ഡൽഹി 20 വർഷമായി പോരാടിക്കൊണ്ടിരിക്കുന്നത്. ആ യുദ്ധം അവരുടെ അച്ഛന്റെ കാലം മുതലേ നടന്നുകൊണ്ടിരിക്കുക. ഇതിനിടയ്ക്ക് ആ ചെയർ ആർക്കും വിട്ടുകൊടുത്തിട്ടുമില്ല, ഇനി കൊടുക്കുകയുമില്ല. അങ്ങനെയാണോ? അതെന്താ? എന്ന് വെച്ചാ സ്പോട്ടിൽ പോയി നമ്മൾ തന്നെ മരണം ഇറക്കുന്ന പോലെ ആവും. ആദ്യം ബുക്കും കൊടുക്കും. ഓക്കെ ആയ സ്പോട്ട് ബുക്ക് ചെയ്ത് തേങ്ങ ഉടയ്ക്കും. തേങ്ങ ഉടച്ചതിന് ശേഷം മഹാദേവന്റെ ക്ഷേത്രത്തിൽ വെച്ച് എഗ്രിമെന്റ്. അതിനുശേഷം യുദ്ധത്തിനുള്ള ഡേറ്റ് ഫിക്സ് ചെയ്യും. 1 മണിക്കൂർ സമയം. അതിനിടയ്ക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. എഗ്രിമെന്റിൽ സൈൻ ചെയ്ത ഓരോരുത്തരും പോരാടണം. ആ 1 മണിക്കൂർ സമയത്തിൽ ആരാണോ നേർക്കുനേർ നിന്ന് പോരാടി ജയിക്കുന്നത് അവനാണ് ദാദാ. അതെല്ലാം ശരി തന്നെ. എന്നാൽ ദാദയാവുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം? എന്താ മേഡം അങ്ങനെയൊക്കെ ചോദിക്കുന്നത്? യുദ്ധത്തിൽ ഒരു പ്രാവശ്യം ജയിച്ച് ആ ചെയറിലിരുന്ന കൗൺസിലർ, MP, MLA, പോലീസ് എല്ലാവരും വന്ന് സല്യൂട്ട് ചെയ്യും. അത് മാത്രമല്ല, ഇത് അഭിമാന പ്രശ്നമാണ്. ഓ, അത് ശരി. അപ്പോ ഇവിടെ ശരിക്കും എന്താണ് നടക്കുന്നത്?
ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞ് എല്ലാവരും പിരിഞ്ഞിരിക്കുകയാണ്. ദീന വലിയ കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റിലായി സന്തോഷമായിട്ടിരിക്കുന്നു. ഡൽഹി ആണെങ്കിൽ ഒരു പട്ടുനൂൽ കട ഇട്ടിരിക്കുന്നു. നിങ്ങൾക്കൊരു ഷോക്കിംഗ് ന്യൂസ് കേൾക്കണം. എന്താ അത്? അടുത്ത് തന്നെ കുക്കിംഗ് സ്പോട്ട് ഫിക്സ് ചെയ്യാൻ പോകുന്നു. എത്ര തല ഉള്ളാൻ പോവാണെന്ന് അറിയില്ല. ഏയ്, ക്യാമറ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നോളാം. ദീന, ആ MLA വീട്ടിലേക്ക് ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. നിന്നെ അവർക്ക് കാണണമെന്ന്. എന്തു ചെയ്യണം? നായക്ക് എന്തിനാണ് സിംഹത്തിനൊപ്പം മീറ്റിംഗ്? ശരി, വരാൻ പറയേ. ശരി. പീറ്റർ, ആ, വലിയവനും ചെറിയവനും വരാൻ പറ. എന്താ കല്യാണോ? കല്യാണം എന്ന വാക്ക് എൻ്റെ ലൈഫിലില്ല. ഞാൻ പ്രേമിച്ച പെണ്ണിനെയൊക്കെ കല്യാണം കഴിക്കണമെങ്കിൽ പുതിയതായ ഒരു ലേഡീസ് ഹോസ്റ്റലിനെ കെട്ടേണ്ടി വരും. മിണ്ടാതെ വേറെ പണി നോക്കിപ്പോ. അവൾ അവളുടെ ആഗ്രഹം തീർത്തു, ഞാൻ എൻ്റെ. ഇവിടെ കല്യാണം കഴിക്കുമോനെ? കല്യാണോ? എനിക്ക് സൗകര്യമില്ല. പോയി പണി നോക്ക്. ദ്രോഹി. പോടോ, കല്യാണം കഴിക്കാൻ പോലില്ലടാ. നശിച്ചു പോകും നീ. ഇനി ഇവൻ എന്തെങ്കിലും പറഞ്ഞ് ടോർച്ചർ ചെയ്യുകയാണെങ്കിൽ കട്ട് ചെയ്തേക്ക്. ഈ പോലീസ്, കോർട്ട്, കേസ് ഇതൊന്നും ഭയപ്പെടണ്ട. മീറ്റൂവിൽ കൂടി ഇട്ടേക്കാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ഫോൺ ചെയ്യേ. ശരി.
ഇന്ന് ഞാൻ ജീവനോടെ വന്നത് എന്റെ അച്ഛനമ്മമാർ ചെയ്ത പുണ്യം കൊണ്ടാ. നിങ്ങളാണ് അയച്ചതെന്ന് അവന്മാർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് സൈലന്റ് ആയി വിളിച്ചു വരുത്തി വാൺ ചെയ്ത് പറഞ്ഞു വിട്ടു. അവന്മാരുടെ സഹവാസനെ വേണ്ട. എന്റെ മരണം ഇന്ന് ഞാൻ മുന്നിൽ കണ്ടു. എന്തു പറ്റി? എന്തിനാ നീ വന്നത് രാജൻ? സുഖമാണോ നിനക്ക്? ഒന്നുമില്ല ചേട്ടാ, ഇലക്ഷൻ അടുത്ത് വന്നിരിക്കുകയല്ലേ. ഞങ്ങളുടെ MLA പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ചേട്ടന്റെ സപ്പോർട്ട് വേണം. ഇക്കാര്യം ഫോണിൽ പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ടാ ഞാൻ നേരിട്ട് വന്നത്. ഈ വിഷയം പറയാനായിട്ട് ഇത്രയും ദൂരം വരേണ്ട ആവശ്യമില്ലല്ലോ. സത്യം പറ, എന്തിനാ നീ വന്നത്? സത്യമായിട്ടും അതിനാ ചേട്ടൻ വന്നത്. ഇലക്ഷൻ ടൈമിൽ ഹുക്കും വന്ന ചേട്ടൻ സ്പോട്ടിൽ ഇറങ്ങില്ലേ? ചേട്ടൻ ആരെയാ സപ്പോർട്ട് ചെയ്യുന്നത്? ചേട്ടൻ സ്പോട്ടിൽ ഇറങ്ങുമോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാ ഞങ്ങൾ വന്നത്. ആരാണ് സംസാരിച്ചോണ്ടിരിക്കുമ്പോ ലൈറ്റ് ഓഫ് ചെയ്യുന്നത്? ചേട്ടൻ ഇരിക്കുന്നോണ്ടാ ഞാനും എന്റെ ആൾക്കാരും മിണ്ടാതിരിക്കുന്നത്. എന്താടാ വാദം സംസാരിക്കടാ, എന്താടാ പറ്റിയത്? ആരെങ്കിലും എന്നെ ചോദ്യം ചെയ്താ എനിക്ക് ലൈറ്റായിട്ട് ദേഷ്യം വരും. ആ ദേഷ്യത്തില് മുന്നിലിരിക്കുന്നവന് ബ്ലഡ് വരും. നീ എന്നെ കാണാൻ വന്നത് അതിനല്ല. നീ എന്തിനാണ് വന്നത്, നിന്നെ അയച്ചതാരാണെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. പോയി അവനോട് പറയേ, ദീന എത്ര നാളിങ്ങനെ മിണ്ടാതിരിക്കുന്നു അത്രയും നാൾ അവന്റെ മരണവും അവനെ വിട്ട് അകന്നിരിക്കുമെന്ന്. അതല്ല ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയേ പറ്റുമെന്നാണെങ്കിൽ അവനോട് ഹുക്കും കൊടുക്കാൻ പറയേ. ഇത് ഞാൻ പറഞ്ഞതാണെന്ന് പോയി പറയും. എടുത്ത് നേരെ ഇരുത്തടാ. ഒരേ ഒരു ദിവസം മരണം കണ്ടതിന് ഇത്രയും പേടിയോ നിനക്ക്? 20 വർഷമായി ഞാനും എൻ്റെ ഭാര്യയും കുട്ടികളും ദിവസവും മരിച്ച് ജീവിക്കുകയാണ്. അത് മുരുകൻ, എൻ്റെ രണ്ടാമത്തെ മകൻ. ഞാൻ പ്രകാശൻ എന്ന ഡില്ലി ഹുക്കൂമിൽ ജയിക്കാൻ പറ്റാതെ ഏരി വിട്ട് ഓടി വന്ന് ഇവിടെ ഇരിക്കുന്നു. എന്നാലും ഞാൻ തോറ്റു പിന്മാറില്ല. നിന്നെപ്പോലെ കരയുകയുമില്ല. ദേഷ്യം തോന്നുന്നു. എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നുന്നുണ്ട്. ഇവിടുള്ള മാർക്കറ്റ് മുഴുവൻ എന്റെ കയ്യിൽ വരണം. അതിനെന്റെ മകൻ മങ്ക ഒന്ന് മൂളിയാൽ മതി. അവനല്ലടാ, എന്റെ മൂത്ത മകൻ. വീണ്ടും എന്നെ ആ ചെയറിലിരുത്താൻ കഴിഞ്ഞ 4 വർഷമായി ഒരേ സ്ഥലത്ത് കഴിയുകയാണവൻ. അവൻ എനിക്ക് ഫോൺ ചെയ്ത് ശരിയെന്ന് പറഞ്ഞാൽ മതി. എനിക്ക് ഹുക്കും കൊടുത്ത് അവന്റെ തൊലി ഊരിക്കാൻ. എന്താ നീ അവിടെ ഒരു ബഹളം? ആ പയ്യന് പ്രായപൂർത്തിയായെന്ന്. പയ്യൻ പ്രായപൂർത്തിയായെന്നോ? എന്താ, പെൺകുട്ടികൾ പ്രായപൂർത്തിയായാൽ മാത്രമേ ഒരുക്കി ആരതി എടുത്ത് പാട്ട് പാടുള്ളൂ. ആൺകുട്ടികൾക്ക് പ്രായപൂർത്തിയായ ഉടനെ അവരുടെ വംശത്തെ വർദ്ധിപ്പിക്കാൻ ഒരു ടിക്കറ്റ് വന്ന, അവരുടെ കുടുംബഭാരം ചുമക്കാൻ ഒരു വിക്കറ്റ് വന്ന, എന്താ പാടിക്കൂടെ? ഫംഗ്ഷൻ നടത്താൻ റീസൺ വേണം, പക്ഷെ പാർട്ടി നടത്താൻ ഇത് മതിയല്ലോ. നീ പറഞ്ഞത് 101% ശരിയാളിയാ. സൂപ്പർ.
പമഗരിസ പപദ ബായ്സ് എല്ലാം ഈ രാത്രി കൊണ്ടാടിടാ. സപദ പമഗരിസ പപദ വാമച്ച സ്റ്റെപ്പ് 2 വെച്ചാടിടാ. എല്ലാം മറന്നാഘോഷിക്കാം ഇങ്ങനെ കൊണ്ടാടാനിതാ വരുന്നിതാടാ. നൈറ്റായാൽ ഞങ്ങള് പാർട്ടി മേളമടാ. ഓപ്പൺ ദ ബാട്ടിൽ ഇൻ ദ മാർക്കറ്റ് ഓഫ് ഇന്ത്യ. സൂപ്പർ ദ ഫൺ ഇൻ ദ ഫണ്ടാസ്റ്റിക് ഐഡിയ. സപദ പമഗരിസ പപദ ബായ്സ് എല്ലാം ഈ രാത്രി കൊണ്ടാടുക. സൺലൈറ്റ് മൂൺലൈറ്റ് പോലെ സൈറ്റ്. പേരെന്താ ചങ്ങാതി എനിക്കോ ഡൗട്ട്. നടക്കുമടാ ഇഴക്കീടെ ജോളി ഫൈറ്റ്. തൊട്ടാലെ പറക്കുണ്ട തലമേ ഫ്ലൈറ്റ്. എന്നടാ എൻജോയ്ഡാ കുടിച്ച് തിമിർത്ത് ചുമ്മാ വിടാതടാ സണ്ട സണ്ട. ഇവിടെ വേണ്ട മച്ചാൽ കവിത. ഓപ്പൺ ദ ബാട്ടിൽ ദ മാർക്കറ്റ് ഓഫ് ഇന്ത്യ. സൂപ്പർ ദ ഫൺ ഇൻ ദ ഫണ്ടാസ്റ്റിക് ഐഡിയ. സപദ പമഗരിസ പപദ ബായ്സ് എല്ലാം ഈ രാത്രി കൊണ്ടാടുക. ശരിമതി മധുവിഞ്ഞ് തലകേടായി. ഇന്ദ്രചന്ദ്രനാരെയും കാണാനില്ല. നിൽക്കാൻ വയ്യ തറയെല്ലാം ഡാൻസ് ആടുന്നു. ഗ്രീൻ ബോട്ടിൽ ഈ ബോട്ടിൽ സ്റ്റാർട്ടാക്കുന്നു. കുടിച്ചാലേ വരും കൊച്ചു കുഞ്ഞുങ്ങളാ കുഴഞ്ഞു പോകും കൈയും കാലും. കുടിയന്മാർക്ക് സർക്കാസ് പോകെ. സപദ പമഗരിസ പപദ ബായ്സ് എല്ലാം ഈ രാത്രി കൊണ്ടാടിടാ. എല്ലാം മറന്നാഘോഷിക്കാം ഇങ്ങനെ കൊണ്ടാടാനിതാ വരുന്നിതാടാ. നൈറ്റായാൽ ഞങ്ങള് പാർട്ടി മേളമടാ. ഓപ്പൺ ദ ബാട്ടിൽ ഇൻ ദ മാർക്കറ്റ് ഓഫ് ഇന്ത്യ. സൂപ്പർ ദ ഫൺ ഇൻ ദ ഫണ്ടാസ്റ്റിക് ഐഡിയ. അയ്യോ വേണ്ട ചേട്ടാ, ഞാൻ പൊക്കിള്ള ചേട്ടാ. ഇത് ഞാൻ തന്നെ ഈ ചേച്ചിയുടെ ഭർത്താവ് മരിച്ചതുകൊണ്ട് ചേച്ചിയുടെ ചേട്ടന്റെ മകൻ വീട്ടിൽ വന്ന് താമസിക്കാൻ തുടങ്ങി. കുടിയന് വല്ലാത്ത ശല്യ. അതുകൊണ്ട് ദീനയോട് പോയി കംപ്ലൈന്റ് ചെയ്തിരിക്കുക. എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടണമെന്ന് പറഞ്ഞു. ഈ വീടോ? ആ ഈ വീട് തന്നെ. വാ. അയ്യോ ബ്രോ, നീ ഇതിൽ ഇടപെടണ്ട. നീ ഇവിടെ നിൽക്കുക. ഇതൊക്കെ ഞാൻ നോക്കണം ബ്രോ. ഇതൊക്കെ ചെറിയ കാര്യങ്ങളല്ലേ, ഞാനൊന്ന് പോയി നോക്കാം. അവനോട് എന്റെ ചേട്ടനെ പറ്റി പറഞ്ഞു കൊടുക്കേ. അയ്യോ വേണ്ട ചേട്ടാ, ഞാൻ പൊക്കിള്ളാം ചേട്ടാ. വേഗം വേഗം എറിയില്ല ചേട്ടാ. അയ്യോ, ഞാൻ തന്നെ എടുത്തോണ്ട് പൊക്കൊള്ളാം. എന്താടാ ഈ കാണിക്കുന്നേ? എന്താടാ പ്രശ്നം? അയ്യോ, നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൂ. എന്താ വിചാരിച്ചേ ഇവിടെ ചോദിക്കാൻ പറയാൻ ആരുമില്ലെന്ന്? നീ ഇവിടെ കൊണ്ടോണ്ടേ പോകും. ഞാൻ ഇപ്പൊ തന്നെ പൊക്കൊള്ളാം. നടക്കുക. അപ്പൊ അടിപിടിയൊക്കെ നടക്കുമല്ലേ? ആ നടക്കും.
പേര് ശ്രുതി. 2 വർഷമായി പോസ്റ്റ് ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓൾറെഡി അവൾക്ക് നല്ല നെയിമും ഉണ്ട്, ഫെയിമും ഉണ്ട്. അവൾക്ക് ഇഷ്ടപ്പെട്ട നിറങ്ങൾ റെഡ്, വൈറ്റ്, പിങ്ക്. വിജയനഗർ ബസ് സ്റ്റോപ്പിൽ നിന്നാണ് പോക്കും വരവും. ദിവസവും അമ്പലത്തിലും പോവും. ഒരു പ്രാവശ്യം കൂടെ പറമോനെ. അതല്ലേ പറഞ്ഞത് ബ്രോ, ദൈവവിശ്വാസം കൂടുതലാണെന്ന്. അങ്ങനെയാണോ? ആ അയ്യോ ബ്രോ, അവൾക്ക് താമസിക്കാൻ ഓഫീസിൽ നിന്ന് ക്വാർട്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവളുടെ വീട്ടിൽ ക്യൂട്ട് ലിറ്റിൽ യങ് മുത്തച്ഛനുണ്ട്. അവളുടെ അമ്മ ലേഡി റാംബോ. അച്ഛനില്ല. അവളുടെ അമ്മയെ ലേഡി റാംബോ എന്ന് പറയുന്നത് എന്തിനാണെന്നറിയോ? അച്ഛൻ എന്താ തീരെ ബോധമില്ലേ? മണി 10 എന്നിട്ട് ഇങ്ങനെ നിൽക്കാണോ? ഒന്നും മിണ്ടാതിരിക്ക. നേരം വെളുത്തത് പോലും അറിയാതെ കൂർക്കം വലിച്ച് ഉറങ്ങിയാൽ മതിയല്ലോ. ചോദിച്ചാലും പറയാനൊരു ന്യായം ഉണ്ടാവും. അപ്പോ അവളുടെ അമ്മയാണ് എന്റെ പ്രണയത്തിന് തടസ്സമെന്ന്? അങ്ങനെയല്ല, ഞാൻ പറയുന്ന മുഴുവൻ കേക്ക്. ശരി പറ. 2 പേരും രാവിലെ തിയേറ്ററിൽ. ഞാനൊരു വിസിലടിച്ചോട്ടെ? അത് കഴിഞ്ഞാൽ പിന്നെ ലഞ്ച്. ഈവനിങ് ബസ് സ്റ്റോപ്പിലാണ് അവരുടെ നേരം പോക്ക്. ആ സുശീലയില്ലേ, അവള് അവിടുന്ന് വിളിച്ചാൽ ഇവിടെ വരെ കേൾക്കും. രാത്രിയായാൽ അടുത്ത വീട്ടിലെ കുട്ടികളുമായി ക്യാരംസ് കളിക്കും. ഇനി ഞാൻ കളിക്കാം. പോയോ? പ്രഭു, അമ്മ വിളിക്കുകയല്ലേ? ഇങ്ങോട്ട് വാടാ. ഇവർക്ക് വേറെ പണിയൊന്നുമില്ല. പകല് മുഴുവൻ ഇതേ സമയത്ത് പറഞ്ഞേ ഇത് തന്നെ പണി. പിള്ളേര് നശിച്ച് കുട്ടിച്ചോറാവത്തേ ഉള്ളൂ. ഏത് നേരത്തെ ഈ വീട്ടിൽ എന്താ നിനക്കൊക്കെ നാശം പിടിക്കാനായിട്ട്? ഇനി ഒരിക്കൽ കൂടി എന്റെ അമ്മയെ പറ്റി അനാവശ്യം പറയുകയാണെങ്കിൽ ദയവ് ഇത് പിള്ളേരെ വീട്ടിലേക്ക് അയക്കരുത്. സോറിടാ മക്കളെ. ഇവര് നിങ്ങളുടെ വീട്ടിനേക്കാൾ എന്റെ വീട്ടിലെ കൂടുതൽ സമയവും ചെലവഴിക്കുന്നത്. അതീന്ന് നിങ്ങൾ മനസ്സിലാക്കണമായിരുന്നു എന്റെ അമ്മ എങ്ങനെയുള്ള ആളാന്ന്. എന്റെ മധുരം ഉള്ളിടത്തേ ഉറുമ്പുകൾ വരാറുള്ളൂ. അതുപോലെ തന്നെയാ സ്നേഹം ഉള്ളിടത്തേ കുഞ്ഞുങ്ങൾ വരാറുള്ളൂ. കേട്ടല്ലോ ബ്രോ, ഇതാണ് നിന്റെ ആളുടെ ബയോഡാറ്റ. ഇതുവരെ അവൾ ആരെയും പ്രേമിച്ചിട്ടില്ല. ഇനി പ്രേമിച്ചാലും വീട്ടിൽ പ്രശ്നവുമില്ല. പ്രേമിക്കണമെങ്കിൽ പ്രേമിച്ചോ. മന്ദാരപ്പൂവ് പോൽ നിൻ ചെറുചുണ്ടിലെ ചിങ്കാരത്തെ ഞാൻ ഇന്നെടുത്തോട്ടെടി. മന്ദാരപ്പൂവ് പോൽ നിൻ ചെറുചുണ്ടിലെ ചിങ്കാരത്തെ ഞാൻ ഇന്നെടുത്തോട്ടെടി. ചുവന്ന ടോപ്പും ജീൻസും അണിഞ്ഞ് കണ്ണിൽ നോക്കി മുന്നിൽ വന്ന് ആരും നിനക്കാത്ത സന്യാസം. മന്ദാരപ്പൂവ് പോൽ നിൻ ചെറുചുണ്ടിലെ ചിങ്കാരത്തെ ഞാൻ ഇന്നെടുത്തോട്ടെടി. കണ്ണിലും പൊള്ളും നെഞ്ചിലും ചേരാൻ ഞാനില്ലേ, പറയൂ നീ. എന്റെ ഈ വഴി നീ പാറി വരാത്തേ, ഇന്നും നിനച്ചേ ഞാനിരിപ്പൂ. കുളിച്ച് ഒരുങ്ങി റെഡിയായി നിന്നെ വിളിച്ച
പിടിച്ചുകൊണ്ടേ സഖിയാക്കിയിടാം ആരും നനയ്ക്കാത്ത സന്യാസം മന്ദാരപ്പൂവ് പോൽ നിൻ ചെറുചുണ്ടിലെ ചിങ്കാരത്തെ ഞാൻ ഇന്നെടുത്തോട്ടെടി. കാണാദൂരത്ത് നിന്നെയോർത്ത് ഞാൻ നേരം പോയതും നനച്ചില്ല. എൻ്റെ മനസ്സെല്ലാം കുളിർത്തൂകി നീ നിന്നെ കാണാനായി നെഞ്ചം തേങ്ങുന്നു. കണ്ണ് മൂടി നിന്നെ നനച്ച് വിണ്ണിൽ നിന്ന് പാറി പറന്ന് ആരും നനയ്ക്കാത്ത സന്യാസം മന്ദാരപ്പൂവ് പോൽ നിൻ ചെറുചുണ്ടിലെ ചിങ്കാരത്തെ ഞാൻ ഇന്നെടുത്തോട്ടെടി. എന്താ ബ്രോ അതിലേക്ക് പ്രേമം തുടങ്ങി? പ്രേമൊന്നും അല്ലളേ. അതെന്താ നീ പ്രേമിക്കാത്തെ? നോക്കളിയാ, അവൾ ആരെയും പ്രേമിച്ചിട്ടില്ല. അവളുടെ വീട്ടിലും ഒരു പ്രോബ്ലം ഇല്ല. ഓക്കെ, അങ്ങനെയുള്ളൊരു പെണ്ണിനെ ഇതുവരെ ആരും ഫോളോ ചെയ്യാതിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? സൂപ്പർ ബ്രോ, നിന്റെ ലെവലേ വേറെ. നിന്റെ കാല് തൊട്ട് നമസ്കരിക്കണം. നീ പറഞ്ഞത് വളരെ ശരിയാ. നീ പറഞ്ഞതുപോലെ ഒരുത്തനുണ്ട്. നിന്റെ ആള് വരുന്ന ബസ് സ്റ്റോപ്പിൽ 2 വർഷമായി ഒരുത്തൻ കറങ്ങുന്നുണ്ട്. ഒരേ വാശിയാ. പോരാനിട്ട് അവന്റെ ചേട്ടൻ ഒരു സൈക്കോയി. നിന്റെ കാര്യം എന്താകുമോ എന്തോ. ബ്രോ നീ എവിടെ പോയി ബ്രോ? ആഹാ, RX, പോസ്റ്റ് ഓഫീസ് ശ്രുതി, മാർക്കറ്റ് റൗഡി. നല്ല ലവ് സ്റ്റോറി. നിനക്കൊരു കാര്യം അറിയാളിയാ, ആൺപിള്ളേരായാലേ നല്ല ഹെയർ സ്റ്റൈൽ ആയിരിക്കണം, എന്നാലേ പെമ്പിള്ളേര് നോക്കൂ. അളിയ, ഞാൻ വീൽ ചെയ്തത് അവള് കണ്ടാണൂലല്ലേ? അളിയ, കുറേ നേരമായി അവള് നിന്നെ തന്നെയാ നോക്കുന്നത്. ഇന്ന് 2:30 മണിക്ക് അവൻ ഇവിടെ വരും.
പേടി തോന്നുന്നുണ്ടോ? നിന്നേക്കാൾ ഇരട്ടിപ്പായി എനിക്ക് തോന്നുന്നുണ്ട്. നിന്നോടുള്ള ദേഷ്യം കാരണം നിന്റെ വീട്ടുകാരെ കടത്തിക്കളയുമെന്ന്. സത്യം പറഞ്ഞ മനുഷ്യരെല്ലാരും വളരെ നല്ലവരാ, പക്ഷെ അവരുടെ തലയിലെ നട്ട് അഴിയുന്നവരെ മാത്രം. എന്നാൽ ആ നട്ട് ഒരല്പം അയഞ്ഞാലുണ്ടല്ലോ, പിന്നെ അവ ആര് പറഞ്ഞാലും കേക്കില്ല. ഇന്ന് നീ ചെയ്ത ചെയ്ത്ത് കാരണം എന്റെ തലയിലെ നട്ട് അഴിഞ്ഞുപോയി. ദാതയോട് ഏറ്റുമുട്ടാറായോ നീ? എന്നെ കോർണർ ചെയ്ത് ദാതയോട് ഏറ്റുമുട്ടുന്നോ നീ? ഒന്നുകിൽ ഇനി നീ അല്ലെങ്കിൽ ഞാൻ. അത് നീ തന്നെ തീരുമാനിച്ചു പറ. നിനക്ക് 5 മിനിറ്റ് സമയം തരാം. ദൈവത്തിനോട് പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിച്ചോ. ഒരല്പം പോലും വേദനിക്കാതെ അങ്ങ് ചെന്നെത്താൻ. ഡില്ലി, നിന്റെ മകൻ ഹുക്കും തരാതെ എന്നോട് വഴക്കിന് വന്നു. അതെല്ലാം തെറ്റാണെന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ലേ? ഈ ദീനയെ കൊല്ലാൻ 4-5 സിനിമ മാത്രം കണ്ട് പ്ലാൻ ചെയ്താ പോരാ. 4-5 തലമുറക്കാർ ഒരുമിച്ച് ആലോചിച്ച് ക്ഷമയോടെ പ്ലാൻ ചെയ്യണം. നിന്നെ മരണത്തിലേക്ക് തള്ളിവിടുന്നത് ഞാനായിരിക്കും. ഞാൻ വീശിയുണ്ടെന്ന് കരുതി എലി പുലിയാവില്ല. കയ്യിൽ കത്തിയെടുത്തവനാരും വലിയ റൗഡിയുമാകില്ല. നെഞ്ചിനുള്ളിൽ ധൈര്യമെന്ന് പറയുന്ന ഒന്നുണ്ടായിരിക്കണം. അതെപ്പോഴും ഓണിലിരിക്കണം. അവനാണ് ദാദ. അവനാണ് വാ ചേട്ടാ, എന്തെങ്കിലും കഴിക്കാം. പീറ്റർ, ആർക്കാണോ വിശക്കുന്നത് അവരോട് പോയി കഴിക്കാൻ പറയും. ചേട്ടാ, എന്തിനാ ഈ ചെറിയ വിഷയത്തിന് ഇത്രയും ദേഷ്യപ്പെടുന്നേ? ചേട്ടാ, അവന്റെ വീട്ടിൽ ഇവൻ പോയതേ തെറ്റ്. ഇല്ല ചേട്ടാ, ചേട്ടനെ രക്ഷിക്കാനാണ് ഞാൻ പോയത്. ഹുക്കും നടത്തുന്ന അന്ന് ചേട്ടനെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു. എന്താ അത് ഞങ്ങൾ ചോദിക്കില്ല? എന്താ എനിക്ക് ചോദിക്കാൻ പാടില്ലേ? പാടില്ല. അങ്ങനെയെങ്കിൽ ഞങ്ങൾക്ക് വില തരാത്ത സ്ഥലത്ത് ഞങ്ങൾ നിൽക്കില്ല. ഇവിടെ ആരും ആരെയും നിർബന്ധിച്ചിട്ടില്ല. വാതിൽ തുറന്നു കിടക്കുക, ആർക്ക് വേണേലും പോവാം.
എന്തിനാ ചേട്ടാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? എന്റെ അച്ഛൻ മരിച്ചുപോയി. ഞങ്ങളുടെ അച്ഛനമ്മമാരുടെ മുഖം പോലും ഞങ്ങൾ കണ്ടിട്ടില്ല. ചേട്ടാ, ചേട്ടനോടൊപ്പം ഞങ്ങൾക്ക് എത്ര നാൾ താമസിക്കാം? മരിക്കുന്നവരെ താമസിക്കാമോ? തീർച്ചയായിട്ടും താമസിക്കാം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചേട്ടനെ ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടം. എൻ്റെ അച്ഛൻ്റെ മരണശേഷം എനിക്ക് ഈ ഭൂമിയിൽ നിങ്ങളല്ലാതെ മറ്റാരും തന്നില്ലടാ. മനസ്സിലാക്കടാ. നിങ്ങളില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കൂടാ? ചേട്ടാ, ഞങ്ങൾ ചേട്ടനെ വിട്ട് ഇറങ്ങിയതിന് ശേഷം മരിച്ചു കളയാന്നാ വിചാരിച്ചേ. പക്ഷെ ഞങ്ങൾ മരിച്ച ചേട്ടൻ അനാഥനായി പോകും ചേട്ടാ. ചേട്ടാ, ഇവൻ എൻ്റെ അനിയൻ ഊമയാണ്. നാട്ടിൽ ഇവൻ്റെ പേരിൽ 300 ഏക്കർ ഭൂമിയുണ്ട്. ആ സ്ഥലം എങ്ങനെയെങ്കിലും തട്ടിയെടുക്കാൻ ഞാൻ ശ്രമിച്ചു നോക്കിയതാ. ഒരുപാട് തവണ ചോദിക്കുകയും ചെയ്തു. തന്നില്ല. അവസാനിപ്പിച്ചേക്ക്. അതെയോ? പബ്ലിക്കായിട്ട് കൊല്ലുമെന്ന് കേട്ടല്ലോ. അതൊന്നും നിങ്ങളെ കൊണ്ട് പറ്റില്ല. എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കുക. രാമന്റെ അവതാരം കലിയുഗ രാമന്റെ അവതാരം രാമന്റെ അവതാരം രാമന്റെ അവതാരം എന്റെ ദുഃഖങ്ങൾ മാറ്റും രാമന്റെ അവതാരം രാമന്റെ അവതാരം കലിയുഗ രാമന്റെ അവതാരം രാമന്റെ അവതാരം കലിയുഗ രാമന്റെ അവതാരം രാമന്റെ അവതാരം
രാമ കലിയുഗ രാമന്റെ അവതാരം രാമന്റെ അവതാരം രാമ രാമന്റെ അവതാരം രാമ രാമന്റെ അവതാരം. എണീക്കടാ, എണീക്ക്. എപ്പോ നോക്കിയാലും ഇവന് ഉറക്കം തന്നെ. നീ ആരെയാണോ കാത്തിരുന്നത് അവന്മാരെത്തിയിട്ടുണ്ട്. നോക്ക് പബ്ലിക്കായിട്ട് ബസ്സിൽ കൊലപാതകം ചെയ്തിട്ട് പോലീസിന്റെ കയ്യിൽ അകപ്പെട്ടതാ. നീ ഇങ്ങനെ ഇവിടെ തന്നെ കിടന്നോ, നിന്നെ കൊണ്ട് വേറെ ഒന്നിനും കൊള്ളത്തില്ല. എന്റെ അനിയനാണെന്ന് അറിഞ്ഞിട്ട് ആരുടെ അവന്റെ ദേഹത്ത് കൈവച്ചത്? അത്രയ്ക്ക് ധൈര്യം ആരുടെ അടിച്ചത്? പ്രേമിച്ച ഉടനെ അടിക്കുവോ? ഏത് ഏരിയ? ആരുടെ ആൾക്കാരാ നിങ്ങൾ? ഞങ്ങൾ ആരുടെ ആൾക്കാരാ, എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്, അതൊന്നും നീ അറിയണ്ട. ഞങ്ങളെ കൊണ്ട് നിനക്ക് എന്ത് വേണം അത് മാത്രം പറയും. എനിക്കൊരുത്തനെ വേണം, കാണിച്ചു തരാൻ പറ്റുമോ? അത്രയും തരംതാണ പണികളൊന്നും ഞങ്ങൾ ചെയ്യില്ല സുഹൃത്തെ. പറ്റിക്കുന്നതും ചതിക്കുന്നതും ഒക്കെ ഞങ്ങൾക്കത് ബ്രോക്കർ പണി പോലെയാണ്. ആ പണി ഞങ്ങൾ ചെയ്യില്ല. ആരെ തീർക്കണമെന്ന് പറയും, ഞങ്ങൾ തീർത്തേക്കാം. ചോരത്തിളപ്പ്. നിങ്ങളിട്ട സ്കെച്ചിൽ 2 തലയും തെറിച്ചിട്ടുണ്ട്. അണ്ടർവേൾഡ് സെലിബ്രിറ്റികളുമായിട്ടുണ്ട്. ഇതൊക്കെ കാലന്റെ കൺമുന്നിൽ കൂടി പോകുന്നത് വരെ മാത്രം. ദീനയെ കണ്ടുപിടിച്ച് കൊല്ലണമെങ്കിൽ അപാര ധൈര്യം വേണം. അത് നിങ്ങൾക്കുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. നിങ്ങൾക്ക് 4 പേർക്കും ഗുണ്ട വന്നിട്ടുണ്ട്. ചെന്ന് കഴിക്ക്, എന്നിട്ട് പോയി കിടന്നുറങ്ങാൻ നോക്ക്. ഏയ് സഹോദര, നീ ദീനെ കാണിച്ചു തരുമൊന്നും വേണ്ട. ഞങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് തീർത്തോളാം. അവന്റെ മരണം ഞങ്ങളുടെ കൈകൊണ്ടായിരിക്കും. ആ കാലനെ കാണണമെന്ന് ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. ഏയ് പൊടിയാ, സ്കെച്ച് റെഡിയാക്കിക്കോ. നൈറ്റ് ഇവിടുന്ന് എസ്കേപ്പ് ആകണം. അതിന്റെ ആവശ്യമില്ല. നിങ്ങളെ റിലീസ് ചെയ്യാൻ ബെയിൽ ഞാൻ റെഡിയാക്കി തരാം. അച്ഛാ, ദീനയ്ക്കുള്ള ഹുക്കും റെഡിയാക്ക. എല്ലാരും പുലിയെ പിടിക്കാൻ മാനിനയക്കും. എന്നാൽ ഞാൻ എന്ത് ധൈര്യത്തിലാ യുദ്ധത്തിനിറങ്ങുന്നത്? ഈ 2 പേരുടെ മേലും എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഉടയ്ക്കടാ തേങ്ങ. ചേട്ടാ, നമ്മുടെ പിള്ളേരെ മുഴുവൻ അടിച്ചത് അവനാ ചേട്ടാ. പക്ഷെ എന്നെ അടിച്ചത് അവനല്ല. വേറെ ആരടാ? പണ്ടേ പ്രേമമായിട്ട്
അവളുടെ പിന്നാലെ നടക്കുന്നത് അവനാ. അവളെ എന്റെ ജീവിതം ഇങ്ങനെ മാറുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല. എല്ലാം എന്ത് നല്ലതായിരുന്നു. ഒരു നല്ല ഭർത്താവ്, 2 ഓമന മക്കൾ. പക്ഷെ പുകയില എല്ലാം മാറ്റിമറിച്ചു. ഇനി ഈ പടരുന്ന ക്യാൻസർ എന്റെ മുഖത്ത് നിന്ന് മുറിച്ചു മാറ്റേണ്ടി വരും. ഒന്നും ഒരിക്കലും പഴയതുപോലാകില്ല. പുകയില എന്റെ ജീവിതം നശിപ്പിച്ചു. ഖെയ്നി, ഗുഡ്ക, പുകയില, ജർദ, പാൻ മസാല അവ നിങ്ങളുടെ ജീവിതം താറുമാറാക്കും. Smoking causes cancer. Smoking kills. Liquor drinking is injurious to health. പുകവലി അർബുദത്തിനും ക്യാൻസറിനും കാരണമായി തീരും. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. എന്തു പറ്റി? നിനക്കൊന്നും പറ്റിയില്ലല്ലോ. എന്തു പറ്റി? ചേട്ടാ, ഇന്നോ നാളെയോ ഞാൻ മരിച്ചു പോകും. എൻ്റെ കാലശേഷം ജീവിക്കാനുള്ളത് എൻ്റെ മക്കളാണ്. അവർ ജീവനോടുള്ളത് വരെ മാർക്കറ്റിൽ നല്ലൊരു ഇമേജ് ഉണ്ടായിരിക്കണം. ആ ചെയർ എൻ്റെ വീട്ടിൽ വന്നേ മതിയാകൂ. 4 ചുറ്റും എൻ്റെ ആൾക്കാർ റെഡിയായി നിൽപ്പുണ്ട്. ഇന്ന് എഗ്രിമെന്റ് ചെയ്തേ മതിയാകൂ. ഇന്ന് തൊട്ട് കൃത്യം 7-ാം നാൾ രാവിലെ 11:30 മുഹൂർത്തം. അവൻ എത്ര പേരെ വേണമെങ്കിലും എഗ്രിമെന്റിൽ ചേർത്തോട്ടെ. പീറ്റർ, 40 പേരായിരുന്നാലും ശരി, 400 പേരായിരുന്നാലും ശരി, എത്ര പേർ ചേർന്ന് ട്രൈ ചെയ്താലും എൻ്റെ ആൾക്കാരെ ജയിക്കാനും പറ്റില്ല, സിംഹാസനത്തിൽ ഇരിക്കാനും പറ്റില്ല. എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ ഒരുത്തം മാത്രം മതിയാകും. അവർ 2 പേരും കുഴിയെടുക്കുന്നത്. ഡില്ലി, ഒരിക്കൽ കൂടി നന്നായിട്ട് ആലോചിക്കുക. എന്താ ചേട്ടാ, നിങ്ങൾ വന്നത് മധ്യസ്ഥത പറയാനോ അതോ തമാശ പറയാനോ? കർപ്പൂരം കത്തിക്കടാ. നരസിംഹന്റെ മകൻ പ്രകാശൻ എന്ന ഡില്ലിക്കും പളനിസ്വാമിയുടെ മകൻ സോമശേഖരൻ എന്ന ദീനയ്ക്കും ഇന്നു മുതൽ കൃത്യം 7-ാം ദിവസം രാവിലെ 11:30 മണിക്ക് യുദ്ധം നടക്കുന്നതായിരിക്കും. ദേവി സാക്ഷി
സാക്ഷിയായി യുദ്ധത്തിൽ ന്യായം പാലിക്കുമെന്ന് സത്യം ചെയ്തു കൊള്ളുന്നു. അയ്യോ, എന്ത് പറ്റി മോളെ? അത് എന്ത് പറയാനാ? ഇവൾ ആരാണെന്ന് അറിയാതെ ഏതോ കുറെ ഗുണ്ടകൾ ഇവളെ കിഡ്നാപ്പ് ചെയ്തതാ. അവന്മാരെ എന്റെ കയ്യിൽ എങ്ങാനും കിട്ടിയാ ഞാൻ കൊന്നുകളയും. പിന്നെന്ത് സംഭവിച്ചു? പിന്നീട് ഏതോ 2 പയ്യന്മാര് വന്ന് ഇവളെ രക്ഷിച്ചു. അവരെ വീട്ടിലേക്ക് വിളിക്കുന്നതിന് പകരം കോഫി കുടിക്കാനായിട്ട് കൊണ്ടുപോയിരിക്കുന്നു. ഇവളെ ഞാൻ എന്താ പറയാ? ആ വണ്ടി നമ്പറെങ്കിലും നീ നോട്ട് ചെയ്തോ? ഇവൾക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? ശാരദേ, ഇവക്ക് എന്തെങ്കിലും സംഭവിച്ച എനിക്കിത് താങ്ങാൻ പറ്റില്ല. പുറമേ നീ എത്ര ധൈര്യശാലിയാണെന്ന് പറഞ്ഞാലും ഇപ്പോഴും നീ ഒരു കൊച്ചു കുഞ്ഞാ മോളെ. ആരാ നീയൊക്കെ? വരട്ടെ. ഇവരൊക്കെ ആരാ? ഹുക്കുമിന് സ്പോട്ട് ഫിക്സ് ചെയ്യാൻ പറഞ്ഞില്ലേ? ഇവരെ കണ്ടിട്ടാ. ഇവരോ? മീനിനെ കിണറ്റിലും ചെളിയിലും എന്തിന് പൊട്ടക്കുളത്തിൽ വേണമെങ്കിലും പിടിക്കാം. പക്ഷെ തിമിംഗലത്തെ സമുദ്രത്തിൽ ഇറങ്ങിയേ പിടിക്കാൻ കഴിയൂ. ഇവന്മാരോ? എതിരാളികളെ നേർക്കുനേർ കാണുമ്പോൾ നമ്മൾ അവരെക്കാൾ ബലശാലികളായിരിക്കണം. ഇവന്മാരെയൊന്നും ആ പടിക്ക് കൊള്ളില്ല. കണ്ടില്ലേ? സാറേ, ഈ ചെറിയൊരു സൂചി കൊണ്ട് കീറിപ്പോയ സാരിയും തയ്ക്കാം, പാൻറ്റും തയ്ക്കാൻ പറ്റും. മനുഷ്യന്റെ കീറിപ്പോയ ശരീരത്തെയും തയ്ക്കാൻ പറ്റും. പക്ഷേ അത് ആര്, എങ്ങനെ, എപ്രകാരം ഉപയോഗിക്കുന്നു എന്നതിലാണ് സാർ കാര്യമിരിക്കുന്നത്. നിങ്ങളുടെ ശത്രു ഞങ്ങൾക്കും ശത്രുവാണ്. അവൻ ആര്, എവിടെയാണെന്ന് ഞങ്ങളോട് പറയും. ആ പെണ്ണിനെ രക്ഷിച്ചില്ലേ? നീ ഗ്രേറ്റ് ആടാ. ഇല്ല ബ്രോ, ഗ്രേറ്റ് ഞാനല്ല. ഞാൻ ഓടുന്നത് കണ്ട് എന്റെ പിന്നാലെ ഓടി വന്നില്ലേ, നീയാണ് ഗ്രേറ്റ്. ആ, ഒരു മിനിറ്റാ, ഞാനിപ്പോ വരാം. ആ, എന്നെ പറ്റി അവൻ എന്താ വിചാരിച്ചേ?
ആരും കണ്ടില്ലല്ലോ അല്ലേ? ഓക്കേ, ഈ ഗെറ്റപ്പിൽ പുറത്തേക്ക് പോയാൽ മതി. പിന്നെ വേറെ? നാളെ നിങ്ങൾ രണ്ടുപേരും മജസ്റ്റിക് കോഫി ഡേയിൽ വരണം കേട്ടോ. പോകത്തില്ല, ഞാൻ തീർച്ചയായും പോകത്തില്ല. നമുക്കിപ്പോ കോഫി ഡേയിലേക്ക് പോയാലോ? കോഫി ഡേ പോയി അവിടുത്തെ മെനു കാർഡ് കണ്ട നമുക്ക് അറ്റാക്ക് വരും. സൈക്കിൾ പോലെ ലവ് പാഞ്ഞു സമ്മർ ഇപ്പൊ വിൻഡായി ഡ്യൂറ്റ് സ്റ്റാർട്ട് ആയിടാ. വാട്ട ഫീലിംഗ് വാടി നീയ ഡാർലിംഗ് ഹാർട്ട് ഇപ്പൊ ഫ്ലൈയിങ് ഡാ. ജല്ലി ബല്ലി കണ്ണിനുള്ളിൽ ഓടുന്നു കളിയാടുന്നു. നെഞ്ചോട് നെഞ്ചം മിക്സ് ആയിപ്പോ ഒന്നോട് ഒന്നായി മിക്സ് ആയിപ്പോ. സൈക്കിൾ പോലെ ലവ് പാഞ്ഞു സമ്മർ ഇപ്പൊ വിൻഡായി ഡ്യൂറ്റ് സ്റ്റാർട്ട് ആയിടാ. വാട്ട ഫീലിംഗ് വാടി നീയ ഡാർലിംഗ് ഹാർട്ട് ഇപ്പൊ ഫ്ലൈയിങ് ഡാ. ജല്ലി ബല്ലി കണ്ണിനുള്ളിൽ ഓടുന്നു കളിയാടുന്നു.
അവിടെ നിന്നൊരു പെൺകുട്ടി വരുന്നില്ലേ? അവളാണ് എൻ്റെ മകൾ. നിങ്ങൾ രണ്ടുപേരും ഹുക്കും കൊടുത്തതിന് ശേഷവും സന്തോഷത്തോടെ ഡാൻസ് ചെയ്യുന്ന ഞാൻ കണ്ടു. അതുകൊണ്ടാണ് ഈ രഹസ്യം നിങ്ങളോട് പറഞ്ഞത്. കാരണം നിങ്ങൾ രണ്ടുപേരെയും എനിക്ക് വേണം. ബാക്കി എപ്പോ ഇത് വെച്ചോളൂ. ഞാൻ പറയുന്നത് കേൾക്ക്. സാർ ഫുള്ള് സെറ്റിൽ ചെയ്തൂടെ? ബാക്കി പണം നിങ്ങളുടെ വീട്ടിൽ തേറ്റാകരുത്. പീറ്റർ, ഞങ്ങൾക്ക് സംസാരിക്കാനുണ്ട്. നിങ്ങൾ എന്തായി കാണിക്കുന്നേ? എന്താടാ പോലീസുകാരനെ അറിയില്ല ഞങ്ങളെ. ഒരു മിനിറ്റ് പോണം സാർ. എടാ എന്ത് സ്വഭാവമാടാ നിന്റെയൊക്കെ? ആരോട് എങ്ങനെ പെരുമാറണമെന്നും സംസാരിക്കണമെന്നും അറിയാതായോ നിനക്കൊക്കെ? എടക്കളവാ, ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് ഒരു കാര്യം അറിയണം. എന്താ അറിയേണ്ടത്? ദീനയ്ക്കൊരു മകളുണ്ടല്ലേ, അതെന്താ ഞങ്ങളോട് പറയായിരുന്നേ? അത് ഞങ്ങൾ ഇന്ന് എന്തിനാ മറച്ചു വെച്ചത്? അയാൾ പറഞ്ഞില്ല, താനും പറഞ്ഞില്ല. ഇപ്പോഴെങ്കിലും പറ. ഞങ്ങൾക്ക് ഇപ്പൊ അറിഞ്ഞേ തീരൂ. പളനിസ്വാമി, ദീനയുടെ അച്ഛൻ. പളനിസ്വാമി ജനിച്ചതും വളർന്നതും എല്ലാം കേരളത്തിലെ തിരുവനന്തപുരത്തിനടുത്തുള്ള ഒരു ഗ്രാമത്തിലാണ്. ദാരിദ്ര്യം മൂലം അവർ വളരെയധികം ദുരിതം അനുഭവിക്കുന്ന ഒരു കാലം. ആ പട്ടിണിയിൽ നിന്നും വിശപ്പിൽ നിന്നും രക്ഷ നേടാനായി പളനിസ്വാമി ബാംഗ്ലൂരിൽ തൊഴിലന്വേഷിച്ചു വന്നു. അങ്ങനെ അയാൾ ബാംഗ്ലൂരിൽ മാർക്കറ്റിൽ ഒരു ചെറിയ പൂക്കട തുടങ്ങി. അന്ന് ആ മാർക്കറ്റ് നടത്തിക്കൊണ്ടിരുന്നത് ദില്ലിയുടെ അച്ഛൻ നരസിംഹനായിരുന്നു. മാർക്കറ്റ് മുഴുവനും അയാളുടെ നിയന്ത്രണത്തിലായിരുന്നു. ആ സമയത്ത് ഒരു ചെറിയ കാര്യത്തിൻ്റെ പേരിൽ നരസിംഹനും പളനിസ്വാമിയും ശത്രുതയിലായി. ആ ശത്രുത വലിയൊരു അടിപിടിയിൽ കലാശിച്ചു. അന്ന് തുടങ്ങിയതാണ് ഈ ഹുക്കും, അതായത് സ്പോട്ട് ഫിക്സ് ചെയ്യാൻ. ആ സമയം പളനിസ്വാമി നരസിംഹന് ഹുക്കും വെച്ചു. ആ യുദ്ധത്തിൽ പളനിസ്വാമി ജയിച്ചു. അങ്ങനെ പളനിസ്വാമി ദാതയുമായി. അദ്ദേഹത്തിന് ഒരേ ഒരു മകൻ സോമശേഖരൻ എന്ന ദീന. അവനെ നന്നായി വളർത്തി നല്ല വിദ്യാഭ്യാസം കൊടുത്ത് വലിയൊരാളാക്കി അവസാനം അവൻ്റെ ഇഷ്ടം പോലെ അവൻ സ്നേഹിച്ച പെണ്ണിനെ തന്നെ അവന് കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. അവരുടെ വിവാഹ ജീവിതം വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയി. ഒടുവിൽ പളനിസ്വാമിയുടെ മരുമകൾ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. പളനിസ്വാമി അദ്ദേഹത്തിൻ്റെ വംശത്തിൻ്റെ അനന്തരാവകാശിയെ കാണാനായി എത്തി. വരണം വരണം, നിങ്ങളുടെ വംശത്തിന്റെ മഹാലക്ഷ്മിയെ കണ്ടോ? ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. ഇനി എൻ്റെ മരുമോൾക്കൊരു കുഞ്ഞ് ജനിക്കില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. എനിക്കൊരു ചെറുമകന് വേണം, എനിക്കൊരു ദാതയെ വേണം, ദാത. അന്ന് പളനിസ്വാമി പറഞ്ഞ വാക്കുകൾ ദീനയുടെ ഭാര്യയുടെ മേൽ വീണ ആദ്യത്തെ അടിയായിരുന്നു. നാളുകൾ കഴിഞ്ഞപ്പോൾ ദീന ദില്ലിക്ക് ഹുക്കും കൊടുക്കാൻ തയ്യാറെടുത്തിരുന്നു. കാരണം ദില്ലി പളനിസ്വാമിക്ക് ഹുക്കും കൊടുത്ത് അദ്ദേഹത്തിനെ കൊന്നുകളഞ്ഞു. ആ യുദ്ധത്തിൽ ദീന ദില്ലിയെ തോൽപ്പിച്ചു. പക്ഷേ
ഡില്ലി മരിച്ചിട്ടില്ലായിരുന്നു. അച്ഛൻ്റെ മരണം ദീനയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവനാകെ തകർന്നുപോയി. ആ സമയത്താണ് നിങ്ങളെ രണ്ടുപേരെയും അവൻ കാണുന്നത്. അതിനുശേഷം അവൻ്റെ എല്ലാ വിഷമങ്ങളും മറന്ന് നിങ്ങൾ രണ്ടുപേരോടൊപ്പം അവൻ സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി. അത് ദീനയുടെ ഭാര്യ ശാരദയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ദേഷ്യം വെറുപ്പായി മാറി. അതിനെ ഇരട്ടിപ്പിക്കാനെന്ന പോലെ ഒരു ദിവസം നിങ്ങൾക്ക് ഞങ്ങൾ വേണോ അതോ ആ പയ്യന്മാര് വേണോ? ഇന്ന് രണ്ടിലൊന്നും അറിഞ്ഞേ പറ്റൂ. എന്തിനാ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിനക്കെന്താ അവരോട് ഇത്ര വെറുപ്പ്? ആ പിള്ളേർക്ക് വേറെ ആരുമില്ല. അവരെന്തിനാ എന്റെ കൂടെ താമസിക്കുന്നതെന്ന് അറിയാവോ നിനക്ക്? നമ്മളല്ലാതെ മറ്റാരും അവർക്ക് ഇല്ലാത്തോണ്ടാ. എനിക്കെല്ലാം അറിയാം. നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനെ പോലെ ആൺകുഞ്ഞിനെ വേണോന്നുള്ള ഭ്രാന്താ. ദിവസവും ഞങ്ങളെയൊക്കെ മറന്നിട്ടാ നിങ്ങൾ അവരോടൊപ്പം ജീവിക്കുന്നത്. അതൊക്കെ ഞാൻ ക്ഷമിക്കാം. പക്ഷെ ഇന്ന് നിങ്ങൾ അവരെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് വന്നിരിക്കുന്നു. ഇത് കഴിഞ്ഞ എന്നെയും എന്റെ കുഞ്ഞിനെയും നിങ്ങൾ മറക്കില്ലെന്ന് എന്താ ഉറപ്പ്? ഈ ചെറിയ കാര്യം ഇങ്ങനെ വലുതാക്കരുത്. എന്നെ നിനക്ക് അത്രയ്ക്ക് വിശ്വാസമില്ലേ? ഇല്ല. നിങ്ങൾ എപ്പോ ആ പിള്ളേരെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് വന്നോ അപ്പോഴേ എന്റെ വിശ്വാസവും പോയി. ശാരദേ, ധൃതി കാണിക്കില്ലേ മോളെ? ഒന്ന് മിണ്ടാതിരിക്കച്ചാ. എനിക്കിന്ന് രണ്ടിലൊന്ന് അറിയണം. ഈ വീട്ടിൽ ഞാൻ വേണോ അതോ ആ പിള്ളേര് വേണോ? പീറ്റർ, അവരെ രണ്ടുപേരെയും അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവാ. പീറ്റർ, ഒരു നിമിഷം അവിടെ തന്നെ നിൽക്ക. എന്താണ് ഇതെല്ലാം? ആലോചിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. സ്നേഹമില്ലെങ്കിലും ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കും. പക്ഷേ വിശ്വാസമേ ഇല്ലെങ്കിൽ പിന്നെ ഒരുമിച്ച് ചാകാൻ പോലും പറ്റില്ല. ആ രണ്ടുപേരെയും പുറത്താക്കിയാൽ മാത്രമേ നിനക്കെന്നെ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഒരു വിശ്വാസമേ എനിക്ക് വേണ്ട. നീ എപ്പോ വന്നാലും ഈ വീടിന്റെ വാതിൽ നിനക്കായി തുറന്നു തന്നെ ഇരിക്കും. ശാരദേ, അതവരുടെ വിവാഹ ജീവിതത്തിൽ വീണ രണ്ടാമത്തെ അടിയായി. ആ രണ്ടടിയും അവരുടെ ജീവിതത്തെ ഛിന്ന ഭിന്നമാക്കി കളഞ്ഞു. നിങ്ങൾ രണ്ടുപേരും കാരണമാണ് അവർ വേർപിരിഞ്ഞത്. അതിനുശേഷം അവർ ഒരുമിച്ചിട്ടേയില്ല. കാരണം ഞാൻ എൻ്റേത് എന്നുള്ള വാശി. ഞാനും ദീനയോട് പലതവണ സംസാരിച്ചതാ. എന്നാൽ അവൻ അതൊന്നും കേൾക്കാൻ തയ്യാറായില്ല. അവനെ ഞാൻ പറയുന്നത് കേൾക്കാതിരിക്കുമ്പോൾ ശാരദയോട് ഞാൻ എങ്ങനെ പറയാനാ? ഇവന്മാരാണ് നിന്റെ അച്ഛനെ നമ്മളിൽ നിന്ന് പിരിച്ചത്. നിന്റെ അച്ഛൻ മരിച്ചുപോയെന്ന് ഞാൻ നിന്നോട് കള്ളം പറഞ്ഞതാ. ചേച്ചി, പഴയതൊക്കെ മറന്നിട്ട് ഞങ്ങളോടൊപ്പം വാ ചേച്ചി. വീട്ടിലേക്ക് പോം. വരാം. അങ്ങനെ വന്ന 20 വർഷമായി അച്ഛനില്ലാതെ നിൽക്കുന്നില്ലേ ഇവള്? ഇവക്ക് ഇവളുടെ അച്ഛനെ തിരിച്ചു കിട്ടോ? എനിക്ക് എന്റെ ജീവന്റെ ജീവനായി ഞാൻ സ്നേഹിച്ച് വിവാഹം കഴിച്ച എന്റെ ഭർത്താവിനെ എനിക്ക് തിരിച്ചു കിട്ടോ? ആ വീട്ടിലേക്ക് ഞങ്ങൾ വന്നാൽ കല്യാണം കഴിച്ച ഭാര്യയും കുഞ്ഞിനെയും നിങ്ങൾക്ക് വേണ്ടി മാറ്റി നിർത്തിയ നിങ്ങളുടെ ചേട്ടൻ മാത്രമേ കാണൂ. ഒരു ചേറിന് വേണ്ടി അടിയുണ്ടാക്കുന്ന ദാത മാത്രമായിരിക്കും. എന്റെ കുഞ്ഞ് അദ്ദേഹത്തെ പറ്റി ഒന്നും അറിയരുതെന്ന് കരുതി ഇത്രയും നാൾ ഞാൻ മറച്ചു വെച്ചിരുന്നതാ. ഇന്ന് നിങ്ങൾ വന്ന് അതെല്ലാം പുറത്താക്കിയില്ലേ? ചേച്ചി, അങ്ങനെയൊന്നും ഇല്ല ചേച്ചി. വാ ചേച്ചി, വീട്ടിലേക്ക് പോവാം. നിങ്ങൾ ഇനി ഒരു നിമിഷം കൂടി ഇവിടെ നിന്നാ ഞാൻ ചത്തുകളയും.
ദീന, ഞാൻ ഏയ്. പറയുന്നത് അവൾക്ക് വേണ്ടി ഞാൻ 20 വർഷമായി കാത്തിരിക്കുന്നു. അവൾ വന്നില്ല. ഇനി ചാകുന്നവരെയും ഞാനായിട്ട് പോയി കാണില്ല. അവൾ വേണമെങ്കിൽ വരട്ടെ. ഈ ഭൂമിയിൻ മേലെയില്ല കാക്കുമൊരു ദൈവം. പറയുന്നൊന്ന് മനസ്സിലാക്കേട്ടാ. അവൾ താനേ വന്നോളും. ആ, വരട്ടെ. ഈ ഭൂമിയിൻ മേലെയില്ല കാക്കുമൊരു ദൈവം. കാഴ്ചയേക്കാളേറെ നമ്പി നൊമ്പരം നൽകി. കിളികൾ പറവകൾ അരുവിയില്ല നിശ്ചലമായി. ആരുമില്ലാത്താങ്ങി നിൽക്കായി ഭാരങ്ങൾ. എല്ലാം ഇരുന്നും പാപമായി മുൻ. ഈ ഭൂമിയിൻ മേലെയില്ല കാക്കുമൊരു ദൈവം. വാൾ വീശിയ നിലം വാനം നോക്കും താളം. വാഴുമോ വീഴുമോ കൊള്ളുമേ വിധികൾ. കണ്ണുനീർത്തുള്ളി വറ്റിപ്പോകുമ്പോൾ കണ്ട കനവുകളിൽ ആഴ്ന്നു വീഴുമ്പോൾ താളമിടുന്നതും രാഗം പറഞ്ഞതും കാലം. ഈ ഭൂമിയിൻ മേലെയില്ല കാക്കുമൊരു ദൈവം. എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒന്നും മിണ്ടാതിരിക്കുന്നില്ല. എന്താണ് അർത്ഥം? എന്താന്ന് വെച്ചാൽ പറയേ. എനിക്ക് എൻ്റെ അച്ഛനെ തിരിച്ചു വേണം, പ്ലീസ്. എനിക്ക് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ജീവിക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. അച്ഛനും അമ്മയ്ക്കും അതെ. ആ ദിവസത്തിന് വേണ്ടി അവരും കാത്തിരിക്കുന്നു. പക്ഷെ ഈഗോ പ്രോബ്ലംസ്. നിങ്ങൾ രണ്ടുപേരും മനസ്സ് വെക്കുകയാണെങ്കിൽ അത് ഉറപ്പായിട്ടും നടക്കും. നിങ്ങൾ രണ്ടുപേരും എൻ്റെ അച്ഛനെ വിട്ട് ദൂരെ പോകണം. ഈ ഭൂമിയില് എൻ്റെ അച്ഛൻ എനിക്ക് തിരിച്ചു തരാൻ പറയുന്ന ആദ്യത്തെ മകളെ ഞാനായിരിക്കും അല്ലേ? അവസാനത്തേത് ഞാനായിരിക്കട്ടെ. കാരണം അതിൽ ഒരുപാട് വേദനയുണ്ട്. എൻ്റെ അച്ഛൻ എനിക്ക് തിരിച്ചു തന്നേക്ക്. കാക്കുമൊരു ദൈവം. കാഴ്ചയേക്കാളേറെ നമ്പി നൊമ്പരം നൽകി. കിളികൾ പറവകൾ അരുവിയെല്ലാം നിശ്ചലമായി. ആരുമില്ലാത്താങ്ങി നിർത്താനീ ഭാരങ്ങൾ. എല്ലാം ഇരുന്നും പാപമായി മുന്നിൽ. ഈ ഭൂമിயின் മേലെയില്ല കാക്കുമൊരു ദൈവം.
MLA, MP, മിനിസ്റ്റർ കാൻഡിഡേറ്റ്, നമ്മുടെ വീടിൻ്റെ പടി ചവിട്ടാത്തവർ ഹുക്കും കൊടുത്ത ഉടനെ നമ്മുടെ വീട്ടിലിരുന്ന് കോഫി, ടീ, ടിഫിൻ ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഗോപുരം എപ്പോഴും അമ്പലത്തിലാണ് ഉണ്ടാകേണ്ടത്, റൗഡി എപ്പോഴും മാർക്കറ്റിലാണ് ഉണ്ടാവേണ്ടത്. ദീനായ എഗ്രിമെന്റിൽ ചേർത്തിരുന്നില്ലേ 2 പിള്ളേര്? അവരോടിപ്പോയെന്ന്. ദീനയുടെ കഥ ഓവർ. വേട്ടയാടുന്ന സമയത്ത് അനാവശ്യ സംസാരം നമുക്ക് ആവശ്യമില്ല. ആദ്യം ആ 2 പേരും നമുക്ക് അടിമയാകണം. ഒരു തവണ ഒന്ന് സപ്പോർട്ട് ചെയ്യ, ആ ധീരയുടെ കഥ കഴിക്കാം. അതിനുശേഷം ലൈഫ് ലോങ് നമ്മളാണ് ദാദാ. അമ്മേ, ഞാൻ ലഗേജെല്ലാം പാക്ക് ചെയ്ത് വെച്ചു. ഞാൻ എൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്ക് പോവാ.
അച്ഛാ, അച്ഛനും മതി മോളെ, മതിയാക്ക്. നീ വരുമെന്ന് അവനും അവൻ വരുമെന്ന് നീയും പ്രതീക്ഷിച്ച് ഇത്രയും വർഷം പാഴാക്കിയത് മതി മോളെ. ഈ ഒരു പ്രാവശ്യം നമുക്ക് വിട്ടുകൊടുക്കാം. നിനക്കായിട്ടല്ലെങ്കിൽ കൂടി എന്റെ ചെറുമോൾക്ക് വേണ്ടിയിട്ടെങ്കിലും പോകാം. അങ്ങനെയല്ല അച്ഛാ, അത് ഇറങ്ങ.
ഒരു തവണ ഒന്ന് സപ്പോർട്ട് ചെയ്യ, ആ ദീനയുടെ കഥ കഴിക്കാം. അതിനുശേഷം ലൈഫ് ലോങ് നമ്മളാണ് ദാത. ഇപ്പോൾ യുദ്ധം അവസാനിച്ചിട്ടുണ്ടാവും. ദീന തന്നെ ജയിച്ചു കാണും. അവൻ നേരെ ഇങ്ങോട്ടായിരിക്കും വരുന്നത്. അവൻ ചെയ്ത തെറ്റിന് നിങ്ങളോടൊക്കെ ക്ഷമ ചോദിച്ച് നിങ്ങളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ. ഇത് ഞാൻ പറയുന്നതല്ല. ആ 2 പിള്ളേരും അവനെ വിട്ട് അകന്നു പോയതിനു ശേഷം അവൻ അവൻ്റെ തെറ്റു മനസ്സിലാക്കി അവൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും പിരിയാൻ പാടില്ലെന്ന് തീരുമാനിച്ചിരിക്കുന്നു. അവരെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരണം. അതിന് ഞാൻ ആദ്യം എത്തണമെന്ന് പറഞ്ഞ് എന്നെ അയച്ചതാണ്. മനുഷ്യന് കോപം, വിശപ്പ്, വെറുപ്പ്, ഞാൻ, എൻ്റേത് എന്നുള്ളതൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. എന്നാൽ അതെപ്പോഴും മനസ്സിനുള്ളിൽ തന്നെ വച്ചേക്കാൻ പാടില്ല. കാരണം നമ്മൾ യുദ്ധം ചെയ്യേണ്ടത് എപ്പോഴും പുറത്തുള്ളവരോടല്ല, നമ്മുടെ മനസ്സിനോടാണ്. നിങ്ങൾക്ക് ആരോടെങ്കിലും നന്ദി പറയണമെന്നുണ്ടെങ്കിൽ ആ 2 പിള്ളേരോട് പറയണം. ഇന്ന് നമ്മുടെ ദീന മാറിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ആ പിള്ളേരാണ്. ദീന മനസ്സു മാറി എന്നെ ഈ വീട്ടിലേക്ക് അയച്ചത് പാവം ആ പിള്ളേർക്കൊന്നും തന്നെ ഇതുവരെ അറിയില്ല. എന്താ നീ അവിടെ നിൽക്കുന്നേ? ഇവിടെ വാടാ, ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. വാടാ. ചേട്ടനൊന്നും പറയണ്ട, ചേട്ടനൊന്നും മിണ്ടണ്ട. ഇപ്പൊ ഒന്നും പറയരുത് ചേട്ടാ. അവന് മുൻപ് ഞാൻ പോണെന്ന് കരുതിയതാ. പക്ഷെ അവൻ ചേട്ടനെ വിട്ടിട്ട് വന്ന് അന്നേ ചത്തു കളയണമെന്ന് പറഞ്ഞതാ. പക്ഷെ അവന്മാരെ ഒരു വഴിക്കാക്കണ്ടേ? ചേട്ടനെ കൊല്ലാൻ വേണ്ടി ഞങ്ങളെ വിളിച്ച് പ്ലാൻ ചെയ്തതാ. അത് കണ്ടിട്ട് ഞങ്ങൾക്ക് വെറുതെ ഇരിക്കാൻ പറ്റും? അങ്ങനെ നടക്കാൻ ഞങ്ങൾ സമ്മതിക്കും ചേട്ടാ. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്? ചേട്ടാ, നാളെ രാവിലെ നമ്മുടെ ഏരിയയിൽ പോയി വലിയൊരു ഫംഗ്ഷൻ നടത്തണം ചേട്ടാ. ദാദാ ഈസ് ഗ്രേറ്റ് എന്ന് ഒരു വലിയ ഫംഗ്ഷൻ നടത്തണം. സമയത്ത് ആഹാരം കഴിക്കണം. ചേച്ചിയെ നന്നായിട്ട് നോക്കണം ചേട്ടാ. അതുപോലെ ഞങ്ങൾ കാരണം ചേട്ടനും ചേച്ചിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ ദയവ് ചെയ്ത് ഞങ്ങളോട് ക്ഷമിക്കണം ചേട്ടാ. ഞങ്ങളോട് ക്ഷമിക്കണം. ദാ വരുന്നടാ, നിന്റെ കൂടെ ഞാനും വരുന്നടാ. ഞാൻ പറയുന്നത് കേൾക്കടാ. സത്യമായിട്ടും നിങ്ങൾ കാരണം ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ലടാ. വാടാ, ആദ്യം നമുക്ക് ഇവനെ ആശുപത്രി കൊണ്ടുപോടാ. ഒന്നും പറയണ്ട ചേട്ടാ, ഒന്നും പറയണ്ട. എനിക്ക് മരിക്കാൻ യാതൊരു പേടിയില്ല ചേട്ടാ. പക്ഷെ ചേട്ടനെ വിട്ട് പോണെന്ന് ഓർക്കുമ്പോഴാ. ഏയ്, എന്തിനാടാ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിങ്ങളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റൂടാ. അയ്യോ ദൈവമേ,
जो जो ला